എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ ചാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Page of Wands, Temperance, World card, Ten of Wands, Knight of Pentacles, Six of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് ഫോൺസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നൊരു മാസമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള അഡ്വൈസസ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ജോലി ചെയ്യുന്ന ആ മേഖലയിലുള്ളൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ ജോലിയെക്കുറിച്ച് അറിവുള്ളതോ പരിചയമുള്ളതോ നിങ്ങളൊരു വ്യക്തിയോടൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാനായിട്ട് അർഹതയുള്ളതോ യോഗ്യതയുള്ളതോ അതായത് അതിനെക്കുറിച്ച് അറിവുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് നമ്മൾ പലപ്പോഴും അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചില ആളുകളോട് അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് എന്തിനും ഏത് ഭൂമിക്ക് താഴെ എല്ലാത്തിനെ കുറിച്ച് അവർക്ക് അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അവരുടേത് വെറും അഭിപ്രായം, അതായത് ജസ്റ്റ് അവരുടെ ഒരു അഭിപ്രായം ഇതാണ്, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല താനും. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളല്ല നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ അഡ്വൈസസ് ഉപദേശങ്ങൾ ചോദിച്ച് ശീലമുള്ളവർ, ഈ ചിലപ്പോൾ അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് ശീലം, ഇപ്പോൾ അച്ഛനമ്മയും മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ യെസ് ഓർ നോ നിങ്ങളല്ല പറയുന്നത്, പക്ഷെ മറിച്ച് മറ്റൊരാളാണെങ്കിൽ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം ഇവിടെ നിങ്ങൾക്കൊരു ജോലി സാധ്യത വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ജോലി ആയിരിക്കും, അപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ജോലി സാധ്യത വരുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കുക, നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരമാണെന്ന് വേണമെങ്കിൽ ഇത് പറയാം. കാരണം നിങ്ങൾ സ്വയമേ പല കാര്യങ്ങളും ജീവിതത്തിൽ ഇന്ന് വരെ മറ്റൊരാളുടെ അഭിപ്രായമില്ലാതെ ഒന്നിനും നിങ്ങൾ എസ് ഓർ നോ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോഴത്തെ സമയം ഇത് സൂചിപ്പിക്കുന്നത് ദിസ് ഇസ് ദ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. അതായത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്, നിങ്ങളുടെ ജോലിയാണ്. അപ്പോൾ ജോലിയെക്കുറിച്ചിട്ടാണെങ്കിലും മറ്റു കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഈ ഒരു എനർജിയാണ്. ഇത് മെയിനായിട്ട് വരുന്നത് കരിയർ ഫിനാൻസ് ആണ്. അപ്പോൾ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കും, ചില സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സമ്പത്ത് പൈസ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതോ സ്ഥലം വാങ്ങിക്കുന്നതോ വീട് വാങ്ങിക്കുന്നതോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ടെമ്പറൻസ് ആൻഡ് ടെൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഒരു ബന്ധത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ബാലൻസ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ആ ജീവിതത്തിൽ ആ വ്യക്തിയിൽ നിങ്ങൾ രണ്ടുപേരുള്ള ആ ഒരു ജീവിതത്തിലും നിങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ മറ്റൊരാൾ മൂന്നാമതൊരാൾ, അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരായാൽ പോലും അതിൽ ഒരു പരിധിയിലപ്പുറത്തേക്ക് അതിലേക്ക് ഇടപെടുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുമ്പോൾ ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ഇപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നമാണ്, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ തമ്മിൽ പ്രശ്നമാണെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനുള്ളത് അത് ചെയ്യാം. എല്ലാവരെയും ഒരു ജഡ്ജ്മെൻ്റലായിട്ട് നോക്കുക. ചില സിറ്റുവേഷനിൽ ചില സാഹചര്യങ്ങൾ ചില ആളുകൾ ചില വാക്കുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. അതെങ്ങനെയാണ്, അത് അങ്ങനത്തെ സിറ്റുവേഷനാണ്, എല്ലാത്തിനെയും ഒന്ന് നമ്മൾ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് നിന്ന് നോക്കാതിരിക്കുക. മറിച്ച് ഇത് ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് വേറെ ആരുടെ അടുത്തെങ്കിലും പോയി ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും അവർ പറയുന്നത് അവരുടെ അഭിപ്രായമാണ്. ആ പറഞ്ഞ വ്യക്തി അത് ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത്, ആ ഒരു രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളത് എടുത്തത് ഏത് രീതിയിലാണ്, ഇതൊക്കെ ആവാം. അത് ഡയറക്റ്റ് ആ വ്യക്തിയോട് തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്, മറ്റൊരാൾ മൂന്നാമതൊരാളോട് സംസാരിക്കുന്നതല്ല.
പിന്നെ കുട്ടികളും അച്ഛനമ്മമാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മാറി താമസിച്ച് നാട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് എന്തായാലും നിങ്ങൾ മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം പാരൻസിൻ്റെ എനർജി എന്താണ്, അതായത് അവർ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ കുറേ ദൂരെയാണ്, നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഇപ്പോൾ കുടുംബത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അച്ഛനമ്മമാർക്ക് മക്കളെ വിട്ട് പിരിയാൻ പറ്റില്ല, അല്ലെങ്കിൽ മക്കൾ അച്ഛനമ്മമാരെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ചിന്ത. മറ്റൊന്ന്, നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ജീവിതത്തിൽ ഇതുവരെ കിട്ടിയതിനേക്കാൾ ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നിങ്ങളുടെ തീരുമാനങ്ങൾ, ജീവിതം മുന്നോട്ടേക്കാണ് പോകുന്നത്, പുറകോട്ടേക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ചില സാഹചര്യങ്ങൾ മറ്റു ചില വ്യക്തികൾ ഇടപെടലുകൾ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതായത് ടെമ്പറൻസ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പുറത്തു നിന്നുള്ള ഇടപെടൽ ചില ബന്ധുക്കളാവാം, ഒരു പരിചയമില്ലാത്ത, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല, പാരൻസിന് പരിചയമുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഉപദേശങ്ങൾ നൽകുന്നൊക്കെ സിറ്റുവേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള തീരെ വയ്യാത്ത, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പാരൻസ് ഒഴിച്ച് ആരോഗ്യപരമായിട്ട് നിൽക്കുന്നവരാണ്. അതായത് ആ ഒരു രീതിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ താൽക്കാലികമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഇതിലേക്ക് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതല്ല, തീരെ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ള, ഒരാളുടെ വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ ഇപ്പോൾ മറ്റു മക്കളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിർത്താവുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് നോക്കുന്നതോ എന്തുമാവാം. നിങ്ങളുടെ സിറ്റുവേഷൻ, പാരൻസിൻ്റെ ആരോഗ്യം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരു ഇമോഷണലി അതൊരു ഇമോഷണൽ ബാക്ക്മെയിൽ കാര്യങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. ലൈഫിൽ ബാലൻസ് അനിവാര്യമായിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒരു ബാലൻസ് എങ്ങനെ സൃഷ്ടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതായത് ഒരേ സമയം തന്നെ സന്തോഷവും കൺഫ്യൂഷനും നിറഞ്ഞ മുഹൂർത്തങ്ങളാണ്. കാരണം സാമ്പത്തികം, ഫിനാൻസും കരിയറും പോലുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാവുന്ന സമയമാണ്. മാത്രമല്ല വേൾഡ് കാർഡ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നേട്ടം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് വിദേശത്ത് ജോലി കിട്ടുന്നതായിരിക്കാം, മറ്റു രാജ്യത്ത് ഏതെങ്കിലും യൂറോപ്യൻ, മറ്റേതെങ്കിലും കാനഡ, യൂറോപ്പ്, ഈ ഒരു രീതിയിലാണ് കാണുന്നത്. അവിടെ എവിടെയെങ്കിലും ജോലി സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നതാവാം. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന ചാൻസസ് ആണ്. അത് പോകണമോ വേണ്ടയോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും എങ്ങനെയാണ്, പോകണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മറ്റും നിങ്ങൾ കൺഫ്യൂഷനുണ്ട്. ഒന്ന്, പാരൻസും മറ്റും ഉള്ള അവരുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ആദ്യം തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, വൺ ടൈം ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. പരമാവധി ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. കാരണം ഇവിടെ ഒരു നെഗറ്റീവ് എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില വ്യക്തികളാണത്. മറ്റുള്ളവരുടെ നമ്മൾ തലയണ മന്ത്രം എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. അത് ഇപ്പോൾ ഭാര്യ ഭർത്താവ് തന്നെ ആയിരിക്കണം, ആ ഒരു രീതിയിലല്ല ഉദ്ദേശിച്ചത്. മറ്റൊരു വ്യക്തി വന്നിട്ട് വേറൊരാളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷം, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളുണ്ടാവും. ഇപ്പോൾ മുതിർന്ന ജ്യേഷ്ഠനോ, ഒരു ഉദാഹരണമാണ്, ജ്യേഷ്ഠനാണ് പെങ്ങന്മാരുടെ കല്യാണമൊക്കെ നടത്തി അവർ ജീവിതം മുന്നോട്ടേക്ക് പോയി. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു അവസരം വരികയാണ് മറ്റൊരിടത്തേക്ക് പോകാനോ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ആ സിറ്റുവേഷനിൽ ഇപ്പോൾ സഹോദരങ്ങൾ അവരുടെ വീട് പണിയോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, അവർക്ക് ധനസഹായമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം വിറ്റിട്ടോ വീട് വിറ്റിട്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലിവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, നിങ്ങളുടെ പ്രാരബ്ധങ്ങളൊക്കെ ഇറക്കി വച്ചു കഴിഞ്ഞു. ഇനിയും ആരെങ്കിലും മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ സ്വാർത്ഥതയാണ്, നിങ്ങളുടേതല്ല. നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു. ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കൈകൊണ്ട് എപ്പോഴും കൊടുത്തുകൊണ്ട് മാത്രം അതിരിക്കുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കും. ഇനി ഇങ്ങനെ എൻ്റെ ജീവിതവും നോക്കണം എന്നുള്ളത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ലൈഫിൽ എന്നും ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു തീരുമാനം എടുക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണെന്ന് തന്നെ പറയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് കണ്ട് തീരുമാനിക്കുക. പോസിറ്റീവായിട്ട് ലോകം ചുറ്റിക്കാണാനും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ്, അത് തട്ടിക്കളയാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.